Good morning students, welcome to the video. Next topic, resistors in series. അപ്പോൾ റെസിസ്റ്ററിന്റെ സീരീസ് കണക്ഷൻ ആണ് അടുത്തതായിട്ട് പഠിക്കുന്നത്. റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ്. ഓക്കെ, ഇവിടെ നോക്കുക, ഫിഗറിൽ 3 റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഒന്നാമത്തെ റെസിസ്റ്ററിനെ നമ്മൾ R1 എന്ന് പറയും, രണ്ടാമത്തെ റെസിസ്റ്ററിനെ R2 എന്ന് പറയും, മൂന്നാമത്തെ റെസിസ്റ്ററിനെ R3 എന്ന് പറയും. ഫസ്റ്റ് റെസിസ്റ്ററിന്റെ എൻഡ് സെക്കൻഡ് റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് റെസിസ്റ്ററിന്റെ എൻഡ് തേർഡ് റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ R1, R2, R3 എന്ന 3 റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അത് V എന്ന വോൾട്ടേജുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ 3 റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, എന്നിട്ട് അത് വോൾട്ടേജ് വിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു എന്ന് പറയണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ദ സെയിം കറന്റ് ഈസ് ഫ്ലോയിങ് ത്രൂ ഓൾ ദ റെസിസ്റ്റേഴ്സ്. റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ 3 റെസിസ്റ്ററിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് സെയിം ആയിരിക്കണം. ദ സെയിം കറന്റ് ഈസ് ഫ്ലോയിങ് ത്രൂ ഓൾ ദ റെസിസ്റ്റേഴ്സ്. ഓക്കെ, in series connection the current flowing through each resistor is same. R1 ലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണ്, R2 ലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും I ആണ്, R3 ലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും I ആണ്. അപ്പോൾ സീരീസ് കണക്ഷന്റെ പ്രത്യേകത 3 റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് സെയിം ആണ്. ദ സെയിം കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ഓൾ ദ 3 റെസിസ്റ്റർ. ഓക്കെ, അപ്പോൾ 3 റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് സെയിം ആണ്. അപ്പോൾ റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ 3 റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ I എന്ന കറണ്ട് ആണ് 3 റെസിസ്റ്റർ വഴിയും ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പറയാം 3 റെസിസ്റ്ററും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ സീരീസ് കണക്ഷൻ എന്ന് പറയണമെങ്കിൽ സെയിം കറണ്ട് ആയിരിക്കണം ഫ്ലോ ചെയ്യേണ്ടത്. പക്ഷേ സീരീസ് കണക്ഷനിൽ കറണ്ട് സെയിം ആയിരിക്കും, പക്ഷേ വോൾട്ടേജ് ഡിഫറന്റ് ആയിരിക്കും. R1 അക്രോസ് ആയിട്ടുള്ളതും R2 അക്രോസ് ആയിട്ടുള്ളതും R3 അക്രോസ് ആയിട്ടുള്ളതുമായ വോൾട്ടേജ് ഡിഫറന്റ് ആണ്. അതെങ്ങനെ വന്നു വോൾട്ടേജ് ഡിഫറന്റ്? വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ R1 അക്രോസ് ആയ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓംസ് ലോ പ്രകാരം പഠിച്ചിട്ടുണ്ട്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. അപ്പോൾ R1 അക്രോസ് ആയ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ V is equal to I into R1. R2 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ V is equal to I into R2. R3 അക്രോസ് ആയ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ I into R3. ഇവിടെ I സെയിം ആണ്, കറണ്ട് സെയിം ആണ്. പക്ഷെ മിക്കവാറും റെസിസ്റ്ററിന്റെ വാല്യൂ R1ന്റെയും R2ന്റെയും വാല്യൂ ഡിഫറന്റ് ആയിരിക്കും. അപ്പോൾ IR1ഉം IR2ഉം IR3യും സെയിം ആയിരിക്കത്തില്ല. അതായത് ഓരോ റെസിസ്റ്ററിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് സെയിം അല്ല, തുല്യമല്ല, വോൾട്ടേജ് ഡിഫറന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി. സീരീസ് കണക്ഷനിൽ റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് സെയിം ആണ്. ഇവിടെ I എന്ന് പറഞ്ഞ കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത്, പക്ഷേ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് വ്യത്യാസമായിരിക്കും. കാരണം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. കറണ്ട് സെയിം ആണ്, പക്ഷെ റെസിസ്റ്ററിന്റെ വാല്യൂ വ്യത്യസ്തമായതുകൊണ്ട് ഓരോ റെസിസ്റ്ററിന് അക്രോസ് ആയ വോൾട്ടേജും വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ടത് R1 എന്ന റെസിസ്റ്ററിന് അക്രോസ് ആയ വോൾട്ടേജിനെ നമ്മൾ V1 എന്ന് വിളിക്കും.
ഓക്കെ. R1 എന്ന റെസിസ്റ്ററിന് അക്രോസ് ആയ വോൾട്ടേജിനെ നമ്മൾ V1 എന്ന് വിളിക്കും. V1 എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് R1. R2 എന്ന റെസിസ്റ്ററിന് അക്രോസ് ആയ വോൾട്ടേജിനെ നമ്മൾ V2 എന്ന് വിളിക്കും. അതേപോലെ R3 എന്ന റെസിസ്റ്ററിന് അക്രോസ് ആയ വോൾട്ടേജിനെ V3 എന്ന് വിളിക്കും. R1 എന്ന റെസിസ്റ്ററിന് അക്രോസ് ആയ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ V1, R2 എന്ന റെസിസ്റ്ററിന് അക്രോസ് ആയ വോൾട്ടേജ് V2, R3 എന്ന റെസിസ്റ്ററിന് അക്രോസ് ആയ വോൾട്ടേജ് V3. ഓക്കെ. ഇനി നമുക്കറിയാം ഓംസ് ലോ പ്രകാരം നമ്മൾ പഠിച്ചിട്ടുണ്ട് V = IR എന്ന് പഠിച്ചിട്ടുണ്ട്. V = IR എന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ R1 അക്രോസ് ആയ വോൾട്ടേജ് ആയ V1 എത്ര ആയിരിക്കും? V1 എത്ര ആയിരിക്കും? V1 എന്ന് പറഞ്ഞാൽ R1 എന്ന റെസിസ്റ്ററിന് അക്രോസ് ആയ വോൾട്ടേജ് അത് എത്ര ആയിരിക്കും? വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് I ഇൻറ്റു R1. ഓക്കെ. ഇനി R2 എന്ന റെസിസ്റ്ററിന് അക്രോസ് ആയ വോൾട്ടേജ് എന്ത് വരും? V2. V2 എന്ന് പറഞ്ഞാൽ R2 എന്ന റെസിസ്റ്ററിന് അക്രോസ് ആയ വോൾട്ടേജ് അത് I ഇൻറ്റു R2 വരും. I ഇൻറ്റു R2 ആണ് V2. V = IR ആണ്. അപ്പോൾ V1 എന്ന് പറഞ്ഞാൽ I ഇൻറ്റു R1, V2 എന്ന് പറഞ്ഞാൽ I ഇൻറ്റു R2. അങ്ങനെയാണെങ്കിൽ R3 എന്ന റെസിസ്റ്ററിന് അക്രോസ് ആയ വോൾട്ടേജ് V3 എന്ന് പറഞ്ഞാൽ I ഇൻറ്റു R3. R3 എന്ന റെസിസ്റ്ററിന് അക്രോസ് ആയ വോൾട്ടേജ് V3 എന്ന് പറഞ്ഞാൽ I ഇൻറ്റു R3. ഓക്കെ. അപ്പോൾ V3 എന്ന് പറഞ്ഞാൽ I ഇൻറ്റു R3. V3 എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് R3 അതെന്ന് പറഞ്ഞാൽ I ഇൻറ്റു R3. ഓക്കെ. ഇനി വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 റെസിസ്റ്റർ ഇവിടെ ഒരു വോൾട്ടേജ് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക. ഓക്കെ. അപ്പോൾ ഈ V എന്ന വോൾട്ടേജ് 10 വോൾട്ടേജ് ആണെന്ന് സങ്കല്പിക്കുക. 10 നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് 10 വോൾട്ട് ആണെന്ന് സങ്കല്പിക്കുക. അതിൽ കുറച്ച് വോൾട്ടേജ് R1 അക്രോസ് ആയിട്ട് വരും, അതായത് V1 വരും. അത് 2 വോൾട്ട് എന്ന് വിചാരിക്കുക. ബാക്കി കുറച്ച് വോൾട്ടേജ് V2 അക്രോസ് ആയിട്ട് വരും, അത് 3 എന്ന് വിചാരിക്കുക. ബാക്കി കുറച്ച് വോൾട്ടേജ് V3 അക്രോസ് ആയിട്ട് വരും, അത് 5 ആയിരിക്കും. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് V എന്ന് പറഞ്ഞാൽ V1 പ്ലസ് V2 പ്ലസ് V3 ആയിരിക്കും. 10 വോൾട്ട് നമ്മളിവിടെ കൊടുത്താൽ R1 അക്രോസ് ആയിട്ട് 2 വോൾട്ട് വരും, R2 അക്രോസ് ആയിട്ട് 3 വരും, R3 അക്രോസ് ആയിട്ട് 5 വരും. അതായത് V എന്ന് പറഞ്ഞാൽ V1 പ്ലസ് V2 പ്ലസ് V3. V എന്ന് പറഞ്ഞാൽ V1 പ്ലസ് V2 പ്ലസ് V3. ഇനി നമ്മള് ഓംസ് ലോ പഠിച്ചിട്ടുണ്ട്. ഓംസ് ലോ എന്ന് പറഞ്ഞാൽ V = IR. V = IR. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. അപ്പോൾ ഈ വിക്ക് പകരം I ഇൻറ്റു R എന്ന് എഴുതുക. വിക്ക് പകരം I ഇൻറ്റു R. I ഇൻറ്റു R എന്ന് എഴുതി. ഇനി V1 എന്താണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. V1 എന്ന് പറഞ്ഞാൽ I ഇൻറ്റു R1 ആണ് V1 എന്ന് പറയുന്നത്. കാരണം ഓംസ് ലോ പ്രകാരം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. R1 ഒഴുകുന്ന കറണ്ട് I ആണ്. അപ്പോൾ R1 അക്രോസ് ആയ വോൾട്ടേജ് ആയ V1 എന്ന് പറഞ്ഞാൽ I ഇൻറ്റു R1. V1 I ഇൻറ്റു R1 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. V2 I ഇൻറ്റു R2 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. V3 എന്ന് പറഞ്ഞാൽ I ഇൻറ്റു R3 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ V എന്ന് പറഞ്ഞാൽ V1 പ്ലസ് V2 പ്ലസ് V3 ആണ്. ഈ വിക്ക് പകരം I ഇൻറ്റു R1 എന്ന് എഴുതി. V1 പകരം I ഇൻറ്റു R1 എന്ന് എഴുതി. V2 പകരം
ഐ ഇൻറ്റു ആർ ടു എന്ന് എഴുതി, V3 പകരം ഐ ഇൻറ്റു R3 എന്ന് എഴുതി. അപ്പോൾ V = V1 + V2 + V3 ആണ്. V പകരം ഐ ഇൻറ്റു ആർ, V1 പകരം ഐ ഇൻറ്റു R1, V2 പകരം ഐ ഇൻറ്റു R2, V3 പകരം ഐ ഇൻറ്റു R3. ഇനി ഈ ഇക്വേഷൻ എല്ലാം ഐ ക്യാൻസൽ ആയി പോകും. അപ്പോൾ R എന്ന് പറഞ്ഞാൽ R1 + R2 + R3. R എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് റെസിസ്റ്ററിന്റെയും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സം എന്ന് പറയും. മൂന്ന് റെസിസ്റ്ററിന്റെയും സം, അതായത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയും. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R = R1 + R2 + R3. മൂന്ന് റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ അതായതൊക്കെയാണ് R1, R2, R3. അതിന്റെ സം അഥവാ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 + R2 + R3. അപ്പോൾ നമുക്ക് പറയാം, in a series combination effective resistance R = R1 + R2 + R3. അതായത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R എന്ന് പറയുന്നത് that is equal to sum of individual resistors. ഒരു സീരീസ് കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്ററുകളുടെ സം ആയിരിക്കും. അപ്പോൾ ഒരു സീരീസ് റെസിസ്റ്ററിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്ററിന്റെ സം ആയിരിക്കും, തുകയായിരിക്കും, ആകെത്തുകയായിരിക്കും. അതിൽ കണക്ട് ചെയ്യുന്ന റെസിസ്റ്റേഴ്സിന്റെ ആകെത്തുകയായിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ R = R1 + R2 + R3. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു സീരീസ് കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ R1 + R2 + R3. ഇനി ചെറിയൊരു പ്രോബ്ലം. ഒരു സർക്യൂട്ടിൽ R1 വാല്യൂ 1K, R2 വാല്യൂ 2K, R3 വാല്യൂ 3K. അങ്ങനെയാണെങ്കിൽ ഈ സീരീസ് കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര? R1 1, R2 2, R3 3. അങ്ങനെയാണെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ R = R1 + R2 + R3. R1 എത്രയാണ്? 1K, R2 എത്ര? 2K, R3 എത്ര? 3K. 1 + 2 + 3 6K. അപ്പോൾ ഈ സീരീസ് കണക്ഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 6K ആണ്. ഇനി ഇത്രയുള്ള സീരീസ് കണക്ഷൻ. അടുത്തത് പാരലൽ കണക്ഷൻ ആണ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.